പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ ബേപ്പൂരിലാണ്. മിനിസ്റ്റർക്കൊപ്പം നമ്മൾ നടക്കുന്നത് ബേപ്പൂരിൽ പുതുതായിട്ട് ആരംഭിച്ച ഒരു യോട്ട് സർവീസിലേക്കാണ്. യോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന സർവീസ് അല്ല, അല്ലേ? നമ്മളിവിടെ ക്രൂയിസ് പോലെയാണ്. ക്രൂയിസ് പോലെ ഇവിടെ കറങ്ങാം, ഭക്ഷണം കഴിക്കാം, ഒരു 15 പേർക്ക് യാത്ര ചെയ്യാം. ഇതൊരു കൊല്ലം മുമ്പ് ദുബായിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചതാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാ നിലയിലും എല്ലാവരും യോജിച്ച് നിന്നു. അതായത് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ എങ്ങനെയാണോ അങ്ങനെ ഈ കടലിലൂടെ ഇനി യോട്ടുകളുടെ ഒരു സമ്മേളനമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. ആരുടെ ക്രാഫ്റ്റ് വില്ലേജ് കേട്ടിട്ടില്ലേ? ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു സർവീസാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആണ് 5 മിനിറ്റ് 10 മിനിറ്റ് മെല്ലെ പോയാൽ 10 മിനിറ്റ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് യോട്ടിൻ്റെ യാത്രാ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇത്തരം മാറ്റങ്ങൾ എല്ലാ ഇടങ്ങളിലും വരണം. പ്രത്യേകിച്ച് നമ്മൾ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ ബീച്ചുകളിൽ എവിടെയൊക്കെയാണോ സാധ്യത അതിന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ എവിടെയൊക്കെയാണോ സാധ്യത അവിടെയൊക്കെ തുടങ്ങും. അതൊരു സ്റ്റാർട്ടിങ് എവിടെയും വേണ്ട. അതെ, തീർച്ചയായിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ വലിയ ചിലവൊന്നുമില്ല. അത് ഒരു 15 പേര് കൂടി ഒരു പ്രത്യേക ചാർജ് തീരുമാനിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കാം, കഴിക്കാം, പാട്ടുപാടാം, മീറ്റിങ്ങുകൾ നടത്താം. ദുബായിൽ ഇതൊരു ട്രെൻഡാണല്ലോ. നമുക്ക് അതിന് പറ്റിയ ബീച്ചാണ് കേരളത്തിലെ ബീച്ച്. അതിന് പറ്റിയ ബീച്ചുകളാണ്. പിന്നെ ഇത് അധികം വലുപ്പമില്ലല്ലോ, കൊണ്ടിടാൻ എളുപ്പമാണ്. നല്ല സ്പീഡ് പോവാം. ഇതാണ് യോട്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്പീഡ് ബോട്ട്, വലിയ സ്പീഡ് ബോട്ടിന്റെ വലിപ്പത്തിലേക്ക്. അതെ, നല്ല സ്പീഡ് പോവാം. 100 കിലോമീറ്ററിലൊക്കെ ഒരു പ്രയാസമില്ലാതെ പോകാം. ഓക്കെ, അപ്പം കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ യോട്ടിലേക്ക് പോവാണ്. നല്ല എക്സ്പീരിയൻസ്. നമ്മളധികം സ്പീഡ് പോകാൻ നല്ലത്. അതെ, മെല്ലെ പോയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. യോട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ കൊള്ളാം അല്ലേ? ഇവിടുത്തെ മൊത്തത്തിൽ ആംബിയൻസ് എല്ലാം ഫീലായി. അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും രാത്രി, അല്ലേ? അപ്പൊ ആകെ ഒഴിവാക്കേണ്ടത് ഇതേപോലുള്ള മാലിന്യങ്ങൾ. അതാണ് നമ്മളിപ്പോ എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് അടുത്ത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്യാമ്പയിൻ അതാണ് ക്ലീൻ ബേപ്പൂർ. ആ ക്ലീൻ ബേപ്പൂറും കൂടി ആയി കഴിഞ്ഞാൽ സംഭവം ഉഷാറാവും എന്ന കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമസ്കാരം. ഹാപ്പിയാണ്. ഓക്കെ, ഹായ്. ബേപ്പൂര് കാണാൻ ഒരുപാട് പേര് എത്തുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഇത് യോട്ട്, ഇത് സ്പീഡ് ബോട്ട്, അല്ലേ? അപ്പോൾ ബേപ്പൂർ മാറുകയാണ്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യോട്ടിലേക്ക് കയറുകയാണ് നമ്മൾ. മിനിസ്റ്റർക്കൊപ്പം നമ്മൾ യോട്ടിലൊരു യാത്ര നടത്താൻ പോകുന്നു. മിനിസ്റ്റർ കയറിയട്ടെ. ഓക്കെ, സൂക്ഷിച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ കയറുന്നു യോട്ടിലേക്കാണ്. അപ്പോൾ യോട്ടിലേക്ക് നമ്മൾ എത്തി. ഇനി ഫ്രണ്ടിലേക്ക് പോകണം, അല്ലേ? ഈ താഴെ ഇരിക്കാൻ തോന്നുന്നു. റൂമാണ്, അടുക്കളയാണ്, താഴെ റൂമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാം. ഞങ്ങൾ താഴെ ഒന്ന് കണ്ടിട്ട് വരാം. യോട്ട് സന്ദർശനം ഇത് സാധാരണ ദുബായിൽ മാത്രം നമ്മൾ കണ്ട ഒരു ശീലമാണ്. അപ്പോൾ യോട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കണ്ടു പിടിച്ച്. അപ്പോൾ നമ്മൾ എല്ലാ കരുതലോടും കൂടി വേണം പോകാൻ. പ്രത്യേകിച്ച് ഇത് സുരക്ഷിതമാണ് എന്ന് കരുതി നമ്മളിത് ഇടാതിരിക്കണ്ട. യോട്ട് അനുഭവമാണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ സാധാരണ ഹൗസിംഗ് ബോട്ടിൽ കാണുന്നതിൻ്റെ അതേ ഫെസിലിറ്റി നമുക്ക് ഇവിടെ യോട്ടിൽ കാണാം. വൻ സെറ്റപ്പാണ്. അതായത് എല്ലാ ഫെസിലിറ്റിയും ഈ യോട്ടിലുണ്ട്. ഒരു ചെറിയ അടുക്കള ഇതിനകത്ത് കാണാം. അടുക്കള കത്തുവോ? എത്തിക്കാൻ പറ്റും. ഇത് ടോയ്ലറ്റ് ആണോ? ചെറിയ ടോയ്ലറ്റ്, നമ്മൾ ഈ സാധാരണ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ. ഫ്ലൈറ്റിലെ ടോയ്ലറ്റ്. അവിടെ ആളുകൾക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ഒരു 15 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒക്കെ ഉണ്ട്. ചെറിയൊരു മീറ്റിംഗ് ഒക്കെ മീറ്റിംഗ് നടക്കും. വേണ്ടി വെച്ച ഒരു മന്ത്രിസഭാ യോഗം നടത്താം. നമ്മളിപ്പോ പല മീറ്റിങ്ങുകൾ ഇവിടെ നടത്താൻ ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ആണോ ഇത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കുഞ്ഞി മുറി ഒരു കോൺഫറൻസ് ഹാളായിട്ട് ഉപയോഗിക്കാം, ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം, കിച്ചണായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇവിടെ കാഴ്ചകൾ കാണാം. ഇവിടെ നല്ല വാഷ് ബേസിനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഡക്കിലേക്കൊന്ന് പോയിട്ട് വരാം. സംഭവം കൊള്ളാം, സൂപ്പറാണ്. ഈ യോട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. കൗൺസിലർ വന്നാട്ടെ. അപ്പോൾ ഇതാണ് സീറ്റിംഗ്, അല്ലേ? അത് കൊള്ളാം. ഇത് നമ്മൾക്കൊരു വേറൊരു തരത്തിലുള്ളൊരു ഫീലാണ് സാധാരണ. മാത്രമല്ല, ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് സാധാരണ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് പിടിച്ചോ. റൈറ്റ്, ഓക്കെ. അപ്പോൾ യോട്ടിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. യോട്ടിൽ ബേപ്പൂർ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കൊരു രാവിലെ ചായ, ഇവിടെ ചായ കുടിക്കണോ? ചായ റെഡിയാണ്. അപ്പോൾ നമുക്ക് ചായ കൂടെ കുടിക്കാം. അപ്പോൾ നമ്മൾ കൗൺസിലറും കൂടി ഉണ്ട്. അപ്പോൾ കൗൺസിലറും കൂടി വരും. റൈറ്റ്, അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിനിസ്റ്ററും ഞാനും ഇപ്പോൾ ബേപ്പൂരിലാണ് ഉള്ളത്. വൈകി എത്തിയ പ്രേക്ഷകർക്ക് വേണ്ടി സാധാരണ ദുബായിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ഈ യോട്ട് സംവിധാനം കേരളത്തിൽ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ബേപ്പൂരിലാണ് അതിൻ്റെ ആദ്യത്തെ യാത്ര. ഹായ് 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 ഹായ്. അപ്പോൾ ദിലീപ്, അപ്പോൾ നമ്മൾ ആ യോട്ട് യാത്രയ്ക്കുള്ള തുടക്കത്തിലാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത്. ഇത് 2 കൗൺസിലർമാർ ലേഡിമാർ വന്നുകൊണ്ടിരിക്കും. അവരുണ്ട്. അപ്പോൾ കൗൺസിലർമാർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യാത്ര ആരംഭിക്കും. ആ വർക്കിന് നേതൃത്വം കൊടുക്കുന്നത് അവരില്ലാത്തൊരു യാത്ര ശരിയല്ല. അതെ, അപ്പം അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. എനിക്കൊന്നും എല്ലാ കക്ഷികളും ഇതിന് പൂർണ്ണമായിട്ട് പിന്തുണയാണ്. എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിട്ടാണ്, എല്ലാവരും ആ നിലയിലാണ് നിൽക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഇത്രയും അധികം വാട്ടർ ബോഡി ഉണ്ടായിട്ട് അതുവഴിയുള്ള വികസനവും ടൂറിസവും പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു. ആ ചലഞ്ച് ഏറ്റെടുത്തു. കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് അവർ കയറിയെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യോട്ട് സംവിധാനത്തിൽ പോവാം. ദുബായി പോയപ്പോൾ യോട്ട് കയറിയിരുന്നു. അതെ, ദുബായ് യോട്ട് പോയിരുന്നു. അതെ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ദുബായിലൊരു പ്രത്യേകിച്ച് യോട്ട് ഏറ്റവും അധികം യോട്ട് ഉപയോഗിക്കുന്നത് മലയാളികളാണ്. മലയാളികളാണ് ഏറ്റവും അധികം ദുബായിലെ യോട്ട് ഉപയോഗിച്ച് പോകുന്നത്. കൗൺസിലർമാർ 3 ആള്. നമുക്ക് കൗൺസിലർമാരെ ഇവിടെ ഒന്ന് സൈഡിൽ ഇരുത്താൻ പറ്റും. ഒരാൾക്ക് ശ്രുതി ജാക്കറ്റ് ഇട്ടിട്ട് ഇരിക്കാം. ജാക്കറ്റ് റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. മറ്റു വാർത്തകളുമുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ യോട്ടിനെ കുറിച്ച് പറഞ്ഞു വന്നത്. അപ്പോൾ യോട്ട് ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ബേപ്പൂരിൽ ഈ ഭാഗവും ചാലിയും ഇവിടെയൊക്കെ കറങ്ങലാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ പോർട്ട് ഓഫീസറുമായും ഫിഷറീസുമായിട്ടൊക്കെ സംസാരിച്ചു. കോഴിക്കോട് ലാൻഡ് ചെയ്യാനൊരു സ്ഥലമില്ല. അപ്പോൾ അവിടെ ഒരു ഹാർബർ ഉണ്ട്, സിറ്റിയിൽ തന്നെ, വെള്ളയിൽ ഹാർബർ. അവിടെ സൗകര്യം ഒരുക്കാനുള്ള വർക്ക് പ്ലാൻ ചെയ്തു. അതിൻ്റെ ചർച്ച നടന്നു. പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ടൊരു യാത്ര. അപ്പോൾ സിറ്റിയിലുള്ളവർക്ക് സിറ്റിയിൽ വന്ന് യോട്ടിലൊരു യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് തിരിച്ച് യോട്ടിൽ മടങ്ങാം. ഒരു പാക്കേജ്. ഒരു ബേപ്പൂർ പാക്കേജും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേപ്പൂരിലെ 4ാമത്തെ വാട്ടർ ഫെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി. അവിടെ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാഴ്ചകൾക്കൊപ്പം ഈ യോട്ട് പോലുള്ള യാത്രാ സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്.